ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫോർ ലൂപ്പും അതിന്റെ കൂടെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് വരുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ കീഴിലാണ്. അപ്പം ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഫോർ ലൂപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിപ്പീറ്റ്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് ഓർ ഐട്രേറ്റ് ഓവർ എ സീക്വൻസ്. അതായത് ഒരു സീക്വൻസിനെ ഐട്രേറ്റ് ചെയ്യാം. സീക്വൻസ് എന്ന് പറയുന്നത് ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, സ്ട്രിംഗ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഡിക്ഷണറി ആവാം, സെറ്റ് ആവാം, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഈ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസിനെ ഐട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ സിന്റാക്സ് വന്നിട്ട് നമ്മൾ ഫോർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. അതിനുള്ളിൽ നമ്മൾ ഐറ്റം കൊടുക്കും. ഈ ഐറ്റം വരുന്നത് ഈ ഐറ്റബിളിന്റെ ഉള്ളിൽ നിന്നായിരിക്കും. ഐറ്റബിളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഐറ്റം കൊടുക്കും. ആ ഐറ്റത്തിന് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങൾ ഉണ്ടാവും. അതായിരിക്കും നമ്മൾ മിക്കവാറും ഈ ബ്ലോക്ക് ഓഫ് കോഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ഒരു സീക്വൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അതിനുള്ള ഐറ്റംസിനെ ആക്സസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ L1 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്പേഴ്സ് കൊടുക്കുകയാണ്. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഓരോ ഐറ്റത്തിനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. L1 എന്ന് കൊടുക്കുക, ദെൻ പ്രിന്റ് I എന്ന് കൊടുക്കാം. അപ്പം I എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഐറ്റത്തിന് കിട്ടും. എനിക്കിപ്പം ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റത്തിനും എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഐറ്റത്തിനും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. സോ നമ്മളൊരു സീക്വൻസ് ചെയ്യുന്ന ഒരു എലമെന്റ്സ് എടുത്തിട്ട് എലമെന്റ്സിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിൽ ഫോർ I ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. റേഞ്ചിൽ നമുക്ക് 3 കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാൻ പറ്റും, എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് കൊടുക്കാൻ പറ്റും. നമ്മളിത് കൊടുക്കുമ്പോൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അതിന്റെ അപ്പുറത്തെ നമ്പർ വേണം കൊടുക്കാൻ വേണ്ടി. 10 ആണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 11 ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 11 ആണ് കൊടുക്കുന്നത്. എനിക്ക് 10 വരെയുള്ള നമ്പേഴ്സ് കിട്ടണം. അപ്പം ഞാൻ കൊടുത്തു. ഇനി ഇതിലൊരു പാരാമീറ്ററും കൂടി വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം. ഇപ്പോൾ ഞാനിതിൽ പ്രിന്റ് I ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത പാരാമീറ്റർ സ്റ്റെപ്പും കൂടി ഇടാണ്. അപ്പോൾ സ്റ്റെപ്പ് ഞാൻ ഇടാൻ പോകുന്നത് 2 ഇടപെട്ടുള്ള നമ്പേഴ്സ് ആണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ 0 കഴിഞ്ഞ് 2 വരണം, 2 കഴിഞ്ഞ് 4 വരണം, അങ്ങനെ വേണം എനിക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാൻ 2 ഇടപെട്ടുള്ള നമ്പേഴ്സിൽ കൊടുക്കാനായിട്ട് പോവാണ്. 2. ഓക്കെ, ഇത് ഞാൻ ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 0, 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ട് 2 ഇടപെട്ടുള്ള നമ്പേഴ്സ് കിട്ടും. ഞാൻ അതിൽ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് 3 ഇടപെട്ടിട്ടുള്ള നമ്പേഴ്സ് ഇതിൽ കിട്ടും. ഇനി അടുത്തത് നമ്മളിനി റേഞ്ച് ഫംഗ്ഷനിൽ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ കാണണം. അതിന് ഞാൻ ഫസ്റ്റ് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ 0 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് റേഞ്ച് സെലക്ട് ചെയ്യാണ്. ഫോർ I ഇൻ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ എനിക്ക് 0 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ അതിൽ 0 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സം എടുക്കുകയാണ്. അതിന് ഞാൻ സം എന്ന് പറഞ്ഞ വാരിയബിൾ എടുത്തു. അതിലേക്ക് പ്ലസ് ഈക്വൽ ടു, ഇത് ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. അപ്പം ഇതിലേക്ക് ഞാൻ I ആണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ മീനിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് I എന്നാണ് വരുന്നത്. അപ്പം അതിന്റെ ചുരുക്ക രൂപമായിട്ട് എഴുതുന്നതാണ് സം പ്ലസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഓരോ ഐകളും ഇതിലേക്ക് ഈ 0 ഫസ്റ്റത്തെ ഒരു ലൂപ്പ് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് 0 ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ അത് 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 വരും. രണ്ടാമത്തെ ലൂപ്പിൽ 1 വരും. 0 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് 1 വരും. മൂന്നാമത്തെ ലൂപ്പിൽ നമുക്ക് 2 വരും. അപ്പോൾ നമുക്ക് 1 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് 3 കയറും. അങ്ങനെ ഓരോ എലമെന്റ്സ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമ്മ് വരുന്നത് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമ്മിനെ നമുക്ക് ഏറ്റവും അവസാനം പ്രിന്റ് ചെയ്യണം. അപ്പം അതിൽ പ്രിന്റ് സം കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ ടോട്ടൽ സമ്മ് 55 ആയിട്ട് കിട്ടും. അപ്പം ഇതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഇതിന്റെ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൈത്തൺ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ പൈത്തൺ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ആണ് വരുന്നത്. അപ്പം ഇത് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കൊടുക്കുന്ന ഫോർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എങ്ങനെ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വരുന്നത് നോക്കാം. ഞാനിതിൽ ഫോർ I ഇൻ റേഞ്ച് 1 മുതൽ 11 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിൽ സാധാ പ്രിന്റ് I ചെയ്യുന്ന സമയത്ത് എനിക്കിതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് കിട്ടുന്നത് നോർമലായിട്ട്. ഇപ്പം ഞാൻ ഇതിൽ എൻ്റെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ, ഇതിൽ വന്നിട്ട് ഇഫ് I ഈക്വൽ ടു 5 ആവുന്ന സമയത്ത് ഞാൻ കണ്ടീഷൻ കൊടുക്കണം. 5 ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? എനിക്ക് സംഭവത്തിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഞാനിതിൽ പ്രിന്റ് I ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ 4 വരെയുള്ള നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. ഇപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ലൂപ്പ് ബ്രേക്ക് ആവും. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ഞാൻ റേഞ്ച് ഫംഗ്ഷൻ ഇട്ടു. ഞാൻ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് ഞാനൊരു കണ്ടീഷൻ ഇടാണ്. എൻ്റെ കണ്ടീഷൻ്റെ ഉള്ളിൽ ഞാൻ I എന്ന് പറയുന്നത് 5 ആവുന്ന സമയത്ത് എനിക്ക് ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണ്ടീഷൻ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് ഈ ലൂപ്പ് ബ്രേക്ക് ആവും. അത് വരെ ഇത് നടക്കത്തുള്ളൂ. ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ ഞാനിതിൽ എൻ്റെ ഐകളെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഇഫിന്റെ അടിയിൽ മാത്രമാണ് വർക്ക് ആവുക. ഓക്കെ, അതിന്റെ ഇൻഡന്റേഷൻ വന്നിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് 4ന്റെ ഒരു കീഴിലാണ് വർക്ക് നടക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ കോഡ്
കോഡ് വരുന്നത്. അപ്പോൾ ഫോർ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോഡ്. ഓക്കെ, സോ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് പ്രിന്റ് ഫംഗ്ഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ബ്രേക്ക് ആയതിനു ശേഷം അവിടെ വെച്ച് ആ ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രേക്കിന് പകരം കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് വരും? ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 വന്നു, പിന്നെ 5 ഇല്ല, പിന്നെ 6 7 8 9 10 വരെ വന്നു. സോ 5ന് ഇത് സ്കിപ്പ് ചെയ്ത് വിടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പം അതിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എനിക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനൊരു റേഞ്ച് ഓഫ് വാല്യൂ കൊടുക്കുന്നുണ്ട്, 0 to 50 വരെയുള്ള വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈവൻ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെയും ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരണം. സോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എനിക്ക് 2 എംപ്റ്റി ലിസ്റ്റസ് ഇനിഷ്യലൈസ് ചെയ്ത് തരണം. അപ്പോൾ ഞാൻ ഈവൻ എന്ന് പറഞ്ഞിട്ട് ഈവൻ നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ ഓഡ് എന്ന് പറഞ്ഞിട്ട് ഓഡ് നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു എംപ്റ്റി ലിസ്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇതിലേക്കായിരിക്കും എൻ്റെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ടാവാം. ഇനി ഞാൻ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കൊടുത്തു. അതിലേക്ക് ഞാൻ നമ്പേഴ്സ് കൊടുക്കണം. ഞാൻ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് ആണ് റേഞ്ച് ആയിട്ട് കൊടുക്കുന്നത്. ഇനി അതിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈവൻ നമ്പേഴ്സിന് എടുക്കുകയാണ്. ഇഫ് ഐ റിമൈൻഡർ 2 = 0 ആവുന്ന സമയത്തുള്ള ഐകളെ എന്ത് ചെയ്യണം? ഐകളെ എനിക്ക് ഈവൻ നമ്പേഴ്സിലേക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈവൻ ലിസ്റ്റിലേക്ക് കിട്ടണം. സോ ഈവൻ ഡോട്ട് അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൻഡ് ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ നമ്പേഴ്സിനെ ഇതിലേക്ക് കയറ്റാനായിട്ട് പോവാണ്. എൽസ് അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പം എനിക്ക് അത് ഓഡ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് വേണം അപ്പൻഡ് ചെയ്ത് കയറ്റാനായിട്ട്. അപ്പൻഡ് ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് ആൾക്കാർ കിട്ടി. എന്നിട്ട് ഞാൻ ഇതിൽ എൻ്റർ കൊടുത്തിട്ട് ഞാൻ അപ്പം ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കാണ്. എന്നിട്ട് എനിക്കിതിൽ ഫസ്റ്റ് പ്രിന്റ് ഈവൻ ചെയ്യണം. ഈവൻ ലിസ്റ്റ് വരുന്നത് എന്താണെന്ന് അറിയണം. ഈവൻ ലിസ്റ്റ് വരുന്നത് എന്താണെന്ന് അറിയണം. രണ്ടാമത്തത് എനിക്ക് ഓഡ് ലിസ്റ്റ് വരുന്നത് എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈവൻ ലിസ്റ്റ് 2 തൊട്ട് 48 വരെയുള്ള ഈവൻ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓഡ് നമ്പേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് ഓഡ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് 0 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 15ന്റെ ഇടയിൽ വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റും ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ നെസ്റ്റഡ് ആയിട്ട് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർ ലൂപ്പിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ള വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. അപ്പോൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഫോർ ഐ ഇൻ റേഞ്ച് ഞാൻ 1,5 എന്ന് പറഞ്ഞിട്ട് റേഞ്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഐ എന്ന് പറയുന്നത് 1 2 3 4 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിനുള്ളിൽ ഞാൻ വേറെ ലൂപ്പും കൂടി കൊടുക്കണം. ഫോർ ജെ ഇൻ റേഞ്ച് ഐ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പം ഇതിൽ ഫസ്റ്റ് ഐന് 1 വരുമ്പോൾ ഈ റേഞ്ച് ഫംഗ്ഷനിൽ 1 വരുന്നുണ്ടാവും. അപ്പം ജെയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ ലൂപ്പിൽ 2 ആയിരിക്കും അതിന്റെ വാല്യൂ വരുന്നുണ്ടാവും. ജെയിന്റെ വാല്യൂ 0 1 2 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഇതിനുള്ളിൽ നമ്മൾ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ജെനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. പ്രിന്റ് ജെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പം ഈ ജെ നേരെ നേരെ കാണണം. അപ്പം ഞാനതിൽ ഒരു ഫോർമാറ്റിംഗ് കൂടി ചെയ്യാണ്. ഓക്കെ, ഇത്രയും ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഞാനിതിൽ പ്രിന്റ് ഇവിടെ ഒരു പ്രിന്റ് ഫംഗ്ഷനും കൂടി യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോണിപ്പടി മാതിരി വരും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് 1,5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അതിൽ വരുന്ന ഓരോ റേഞ്ചുകളും നമ്മൾ അടുത്ത ലൂപ്പിലേക്ക് കൊടുക്കണം. അപ്പോൾ അടുത്ത ലൂപ്പിൽ ആദ്യത്തെ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് 0 മാത്രമായിരിക്കും വരുന്നുണ്ടാവും. രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് 0 1 വരുന്നുണ്ടാവും. മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് 0 1 2 വരുന്നുണ്ടാവും. നാലാമത്തെ സെക്ഷനിൽ നമുക്ക് 0 1 2 3 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ കോണിപ്പടി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രിന്റ് ഫംഗ്ഷൻ വരുന്നത് ഈ ആദ്യത്തെ ഫോർ ലൂപ്പിന്റെ ഒരു ഇതിലാണ്, സെക്ഷനിലാണ് ഈ അടിയിൽ കൊടുത്തിരിക്കുന്നത്, ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രിന്റ് ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ഇടയിൽ എടുക്കുന്ന പ്രിന്റ് ഫംഗ്ഷൻ രണ്ടാമത്തെ ഫോർ ലൂപ്പിന്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഈ പ്രിന്റ് ഫംഗ്ഷൻ ഒരു പടിപടിയായിട്ട് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഒരു ശ്രേണി ക്രിയേറ്റ് ചെയ്യുന്നത് നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട്? ഇപ്പോൾ ഞാനിവിടെ ജെക്ക് പകരം സ്റ്റാർ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്കൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ട്രയാങ്കിൾ വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.